കണ്ണൂർ ചക്കരക്കലിൽ പീഡനക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പോക്സോ അടക്കം 2 പീഡനക്കേസുകളിലെ പ്രതിയായ സദാനന്ദൻ എന്നയാൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും മനോജ് മയിൽ ചേരുന്നുണ്ട്. മനോജ്, കേസിനാസ്പദമായ സംഭവവും അതിന്റെ വിശദാംശങ്ങളും എന്തൊക്കെയാണ്? കണ്ണൂർ ചക്കരക്കൽ മിടാവിലോടെ കെ സദാനന്ദനെയാണ് ഈ പീഡനക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുള്ളത്. ഈ പീഡനക്കേസിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ പ്രതിക്ക് കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വിധിച്ചിട്ടുള്ളത്. 2023-24 കാലയളവിലാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നിട്ടുള്ളത്. മാനസിക പ്രയാസം അനുഭവിക്കുന്ന യുവതിയെ അവരുടെ വീട്ടിൽ എത്തിയാണ് ഈ പ്രതി പീഡിപ്പിച്ചത്. യുവതി ഗർഭിണി ആയതോടെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്. ഇതേ വീട്ടിലെ തന്നെ 10 വയസ്സുകാരിയെയും പ്രതി പീഡിപ്പിച്ചിരുന്നു. ചക്കരക്കൽ പോലീസാണ് കേസ് അന്വേഷിച്ചത്. DNA ടെസ്റ്റ് അടക്കം പോലീസ് നടത്തുകയും ചെയ്തിരുന്നു. ഈ പ്രതിക്കെതിരെ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ഈ വൃദ്ധയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. അതായത് ഈ പ്രതി ഇത്തരം കേസുകൾ സമാനമായ കുറ്റകൃത്യങ്ങളിൽ നിരന്തരം പെടുന്നു എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് പ്രീതാകുമാരിയാണ് കോടതിയിൽ ഹാജരായത്. നിരന്തരം ഇത്തരം കേസുകളിൽ പ്രതി പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. അത് കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പ്രതി സമാനമായ കേസുകൾ കുറ്റകൃത്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് കോടതി പരിഗണിക്കുകയാണ് ചെയ്തത്. കണ്ണൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ ജഡ്ജ് MT ജലജ റാണിയാണ് ഈ പ്രതിയെ ശിക്ഷിച്ചിട്ടുള്ളത്. പോലീസ് പറയുന്നത് ഈ പ്രതി ഈ കുറ്റം ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിരന്തരം ആ വീട്ടിൽ സന്ദർശിക്കുകയും ആ യുവതി മാനസികമായ പ്രയാസം നേരിടുന്ന ആ യുവതിയെ പ്രലോഭിപ്പിച്ച് പീഡിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് പോലീസും കോടതിയിൽ നൽകിയ വിശദീകരണം. അങ്ങനെ പ്രോസിക്യൂഷൻ ദീർഘനാൾ നടന്ന ഈ പ്രോസിക്യൂഷന്റെ വാദത്തിനൊടുവിലാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ശരി മനോജ് പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ 2 പീഡന കേസുകൾക്ക് പുറമെ മറ്റ് പല പീഡനങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയല്ലേ മനോജ് പറയുന്നത്? തീർച്ചയായും ആ പ്രതി ഇപ്പോൾ ജയിലിലാണ്. ഒരു വൃദ്ധയെ പീഡിപ്പിച്ച കേസിലാണ് ആ പ്രതി ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. അത് തളിപ്പറമ്പ് ഭാഗത്ത് നടന്ന ഒരു കേസാണ്. അതിലാണിപ്പോൾ പ്രതി ജയിലിൽ കഴിയുന്നത്. അങ്ങനെ ഈ തുടർച്ചയായി ഇത്തരം കേസുകളിൽ പെടുന്ന ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് കോടതി അംഗീകരിച്ചതും. അതായത് 20 വർഷമാണ് ആ 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാനും പ്രതി ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഈ മാനസിക പ്രയാസം നേരിടുന്ന യുവതിയുടെ വീട്ടിൽ തന്നെയുള്ള 10 വയസ്സുകാരിയെയും ഈ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് 20 വർഷം തടവും 20,000 രൂപ പിഴയുമുണ്ട്. യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത്. ശരി മനോജ്, കണ്ണൂർ ചക്കരക്കലിലാണ് പീഡനക്കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. പോക്സോ അടക്കം 2 പീഡനക്കേസുകളിലെ പ്രതിയായ സദാനന്ദൻ എന്നയാൾക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത് കണ്ണൂരിൽ നിന്നും മനോജ് മയിലാണ്.